എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം നമ്മെ നിർബന്ധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യപ്രീതി കിട്ടാനും മനുഷ്യരുടെ കയ്യടി കിട്ടാനും മനുഷ്യരുടെ ശ്രദ്ധ കിട്ടാനും വേണ്ടി നമ്മൾ പലതും ചെയ്തു കൂട്ടും. അതിനെല്ലാം നേരെ ഘടകവിരുദ്ധമായിട്ടാണ് യേശു തമ്പുരാൻ ദരിദ്രനായി ജനിച്ചു. ദൈവമായിരിക്കെ ദൈവത്തോടുള്ള തുല്യത വേണ്ട എന്ന് വെച്ച് ആകൃതിയിൽ മനുഷ്യനായി താൻ സൃഷ്ടിച്ച ഒരു സ്ത്രീയുടെ ഉദരത്തിൽ നമ്മെ പോലെ തന്നെ അവിടുന്ന് 9 മാസം ചെലവഴിച്ചു. ശിശുവായി ജീവിച്ചു, ബാലനായി, യൗവനക്കാരനായി. എന്നും അവിടുന്ന് അമ്മയുടെ ഉദരത്തിൽ ജനിച്ച നിമിഷം തൊട്ട് സർവശക്തനും സർവജ്ഞാനിയുമായിരുന്നു. എങ്കിലും തൻ്റെ ദൈവത്വം മറച്ചു വെച്ചുകൊണ്ട് എളിയ അവസ്ഥ സ്വീകരിച്ചുകൊണ്ട് നമ്മളും യേശുവിനെ പോലെയാകണം എന്ന പ്രബോധനവും മാതൃകയും നൽകി. ഞാൻ ശാന്തശീലനും എളിമയുള്ളവനുമാണ്, എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുവിൻ എന്ന് മത്തായി 11:27-28 കർത്താവ് നമ്മെ പഠിപ്പിച്ചു. ഞാൻ ഹൃദയശാന്തതയും എളിമയുമുള്ളവനാണ്, നിങ്ങൾ എന്നെ പോലെയാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രസംഗമാണ് മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ കിടക്കുന്ന മലയിലെ പ്രസംഗം. അത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: വലിയ ജനക്കൂട്ടം യേശുവിന് ചുറ്റും കൂടി. അപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്നു. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മനാ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാകുന്നു. പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വരും, സ്വർഗരാജ്യം അവരിലേക്ക് ഇറങ്ങി വരും. സമാധാനവും സന്തോഷവും സ്നേഹവും അവർക്ക് അനുഭവപ്പെടും. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങളുടേതാകുന്നു. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, വിലപിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ദൈവത്താൽ ആശ്വസിപ്പിക്കപ്പെടും. പൗലോസ്ലീഹ പിന്നീട് പറയുന്നു, ദൈവത്താൽ ആശ്വസിപ്പിക്കപ്പെട്ട ശേഷം അതേ ആശ്വാസത്താൽ മറ്റുള്ളവരെ ഞങ്ങൾ ആശ്വസിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ശാന്തശീലർ ഭാഗ്യവാന്മാർ. എടുത്തുചാട്ടവും ചാടിക്കടിക്കുക, അടിച്ചു തകർക്കുക, തെറി പറയുക, കേമനാവുക ഇതൊന്നുമല്ല. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി കൈവശമാക്കും. ധാരാളം നല്ല സുഹൃത്തുക്കൾ അവർക്കുണ്ടാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഹൃദയത്തില് അശുദ്ധി, ദ്രവ്യാഗ്രഹം, ദുർമോഹം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവാനുഭവം കിട്ടില്ല, ദൈവദർശനം കിട്ടില്ല. അതിനാൽ എല്ലാ അശുദ്ധിയും ദുർമോഹവും നമ്മിൽ നിന്ന് പിഴുതെറിയപ്പെടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീതിയെ പ്രതി പീഡ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവത്തിന്റെ
ദൈവരാജ്യം അവരിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. മനുഷ്യർ എന്നെ പ്രതി നിങ്ങളെ നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. Hallelujah. നമ്മളിൽ ചിലരൊക്കെ ചില രാജ്യങ്ങളില് മതതീവ്രവാദികള് ക്രിസ്ത്യാനികളെ തലവെട്ടിക്കൊല്ലുന്നത് TV-യില് മൊബൈലിലൊക്കെ കണ്ടു കാണും. അങ്ങനെ കണ്ടിട്ടുള്ളവർ കൈപൊക്കിക്കേ. അടുത്ത കാലത്ത് 10-21 യുവാക്കളെ മുട്ടുമ്മ നിർത്തി അവരുടെ കഴുത്ത് വെട്ടുന്നു. അവര് യാതൊരു ക്ഷോഭവും കൂടാതെ നിന്നു കൊടുക്കുന്നു. ഞങ്ങളെ കൊല്ലല്ലേ എന്നവർ പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരെ ജീവനോടെ കത്തിക്കുന്നു. അവരും ഞങ്ങളെ കൊല്ലല്ലേ എന്ന് പറഞ്ഞില്ല. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ മാത്രമല്ല മരിക്കാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു. 12 അപ്പസ്തോലന്മാർക്ക് ലഭിച്ച ഭാഗ്യം. യോഹന്നാൻ ഒഴിച്ച് എല്ലാവരും യേശുവിന് വേണ്ടി കൊല്ലപ്പെട്ടു. അവർ 2000 കൊല്ലമായിട്ട് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് മരിച്ച അവസ്ഥയിലും. ഈ ലോകം പ്രധാനപ്പെട്ടതല്ല, മരണശേഷമുള്ള നിത്യജീവനാണ് പ്രധാനപ്പെട്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി 33-ാമത്തെ വയസ്സില് യേശു കുരിശുമരണത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു വിളിച്ചു പറഞ്ഞില്ല എന്നെ കൊല്ലല്ലേ എന്ന്. ജനിച്ചപ്പോൾ തൊട്ട് യേശുവിന് അറിയാമായിരുന്നു ഈ യാത്ര കുരിശുമരണത്തിലേക്കാണ് എന്നുള്ളത്. യേശുവിന്റെ അമ്മയായ മറിയം ഒരിക്കലും ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല എന്റെ മകന്റെ കുരിശുമരണമെന്ന് ഒഴിവാക്കി തരണമേ എന്ന്. മറിയത്തിനും അറിയാമായിരുന്നു യേശുവിന്റെ കുരിശുമരണം ലോകത്തിനു മുഴുവനും വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണെന്ന്. 1 യോഹന്നാൻ 2:2 എന്ന് പറഞ്ഞേ. 1 യോഹന്നാൻ 2:2. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാകുന്നു. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാകുന്നു. നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. എങ്ങനെയാണ് യേശു നമ്മളെ സ്നേഹിച്ചത്? നമ്മുടെ പാപത്തിന് പരിഹാരമായി അവിടുന്ന് കുരിശിൽ ജീവൻ സമർപ്പിച്ചു. നമ്മളും നമുക്കുള്ള അനുദിന ജീവിതത്തിലെ സഹനം ദൈവകരങ്ങളിൽ നിന്ന് കൈനീട്ടി സ്വീകരിച്ച് യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികളുടെ മാനസാന്തരത്തിന് കാഴ്ചവെക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് എന്നെ കാണാൻ വന്ന ഒരു സ്ത്രീ പറഞ്ഞു, 2007 ചിക്കൻ ഗുനിയ വന്ന ശേഷം ഇന്ന് വരെ എനിക്ക് കൈ സ്വാതന്ത്ര്യമില്ല, ശരീരത്തിന്റെ സ്വാതന്ത്ര്യം പോയി. അന്ന് എൻ്റെ കൂടെ ആശുപത്രിയിൽ കിടന്ന് 7 പേരും ചിക്കൻ ഗുനിയ കൊണ്ട് മരിച്ചു. എന്തിനു വേണ്ടിയാണ് ദൈവം ഇതുപോലുള്ള സഹനം അനുവദിച്ചത്? നമ്മുടെ സഹനം യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് ലോകം മുഴുവന്റെയും വിശുദ്ധീകരണത്തിനായി കാഴ്ചവെക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു വൈദികൻ എൻ്റെ അടുത്ത് തമിഴ്നാട്ടിൽ വെച്ച് പറഞ്ഞു, അച്ഛാ, വർഷങ്ങളായിട്ട് ശരീരം മുഴുവൻ വേദനയാണ്, പ്രാർത്ഥിച്ചു മടുത്തു, മരുന്ന് കുടിച്ചു മടുത്തു. ഞാൻ വളരെ ശാന്തനായി ഇരുന്നു കൊണ്ട്, അദ്ദേഹം നിൽക്കുകയാണ്, ഞാൻ കൊച്ചച്ഛനാണ്, അദ്ദേഹം വല്യച്ഛനാണ്. ഞാൻ പറഞ്ഞു, അച്ഛാ, ഇത് ലോകം മുഴുവന്റെയും പാവപരിഹാരത്തിന് വേണ്ടി കാഴ്ചവെക്കാനുള്ളതാണെങ്കിൽ മരുന്ന് കുടിച്ചാൽ മാറുവോ? പ്രാർത്ഥിച്ചാൽ മാറുവോ? അച്ഛൻ എത്ര വയസ്സുണ്ട് അച്ഛാ? 68 വയസ്സ്. അങ്ങനെയാണെങ്കിലേ 68 കോടി പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കാവുന്ന സഹനമാ. അതിന്റെ ഇരട്ടിയാണെങ്കിലും കുഴപ്പമില്ല. ഇതെവിടെ വെച്ച് ഞാൻ പറയുന്നറിയാം? തൂത്തുക്കുടി, തമിഴ്നാട്. അച്ഛൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു, ഞാൻ ഇരിക്കുന്നു. ഞാൻ ഇരുന്നത് എന്താണെന്ന് കർത്താവ് പിന്നീട് പറഞ്ഞു തന്നു. അന്ന് ഞാൻ ഇരുന്നത് പ്രവാചകനെ പോലെയാണ്. ഞാൻ പറഞ്ഞതൊരു പ്രവചന സന്ദേശമാണ്. അച്ഛൻ ഞൊടിയിട കൊണ്ട് അച്ഛൻ പറഞ്ഞു, എൻ്റെ രോഗമെല്ലാം വിട്ടുമാറി. പ്രൈസ് ദി ലോർഡ്.
യേശുവിൽ വിശ്വസിക്കുന്നവരുടെ സഹനം നഷ്ടപ്പെടുത്താനുള്ള സഹനമല്ല. യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികൾ നാനാജാതി മതസ്ഥർക്കു വേണ്ടി കാഴ്ചവെക്കണം. അവർ മാനസാന്തരപ്പെടണം, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം, ദൈവസ്നേഹം കൊണ്ട് നിറയണം, പ്രേക്ഷിതരാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏതെങ്കിലും ശാരീരിക വേദന സുഖപ്പെടാതെയുള്ളവർ കൈപൊക്കുക. ഏതെങ്കിലും ശാരീരിക വേദന സുഖപ്പെട്ടിട്ടില്ല എങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. കാഴ്ചവെക്കാനുള്ള സഹനമാണ്. പ്രാർത്ഥന ചൊല്ലിത്തരും, നിങ്ങൾ ഏറ്റുചൊല്ലണം. ഏതെങ്കിലും ശാരീരിക വേദനകൾ സുഖപ്പെടാതെ ഇനിയുമുണ്ടെങ്കിൽ അവരെഴുന്നേറ്റ് നിൽക്കുക. തുടർച്ചയായിട്ടുള്ള ദുഃഖം, മനോപീഡകളും നമ്മെ അലട്ടാറുണ്ടെങ്കിൽ അതും കാഴ്ചവെക്കാവുന്നതാണ്. മാനസിക സഹനം, കുടുംബ തകർച്ച ദുഃഖം, സാമ്പത്തിക തകർച്ച ദുഃഖം, മക്കളെക്കുറിച്ചുള്ള വേദന, പ്രിയപ്പെട്ടവർ മരിച്ചതിൻ്റെ വേദന, ആവർത്തിച്ചുണ്ടാകുന്ന ദുഃഖങ്ങളെല്ലാം കാഴ്ചവെക്കാനുള്ള സഹനത്തിൽപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ പ്രാർത്ഥന ചൊല്ലിത്തരും. അതിനു മുമ്പ് നമ്മുടെ അനുദിന അധ്വാനം, ജോലി, പഠനം അതും കാഴ്ചവെക്കാവുന്നതാണ്. അതിനും തയ്യാറുള്ളവർ എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥന ചൊല്ലിത്തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥന ഇങ്ങനെയായിരിക്കും. ഇന്നുവരെയുള്ള സഹനങ്ങളും അധ്വാനങ്ങളും കാഴ്ച വെക്കാതെ വെറുതെ നഷ്ടപ്പെടുത്തിയതിന് മാപ്പ് ചോദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നുവരെയുള്ള സഹനം, ഇപ്പോഴുള്ള സഹനം, മരണം വരെയുള്ള സഹനം യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് ഓരോരുത്തർക്കും എത്ര വയസ്സുണ്ട്? 50 ആണെങ്കിൽ 50 കോടി പാപികൾക്ക് വേണ്ടി, 100 കോടി ആണെങ്കിൽ കുഴപ്പമില്ല. കാഴ്ചവെക്കുന്ന പ്രാർത്ഥന ഇപ്പോൾ തന്നെ പ്രാർത്ഥന ചൊല്ലിത്തരുന്നതാണ്. ഒരു കരം ചങ്കിൽ വയ്ക്കുക, ഒരു കരം ഉയർത്തിപ്പിടിക്കുക. ഇന്ന് വരെയുള്ള സഹനം വെറുതെ നഷ്ടപ്പെടുത്തിയെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. ഇന്ന് വരെയുള്ള സഹനം, ഇപ്പോഴുള്ള സഹനം, മരണം വരെയുള്ള സഹനം യേശുവിന്റെ കുരിശു മരണത്തോട് ചേർത്ത് കോടാനുകോടി നാനാജാതി മതസ്ഥർക്കു വേണ്ടി, കോടാനുകോടി പാപികൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, ദുഃഖിതർക്ക് വേണ്ടി, കുടുംബ തകർച്ച നേരിടുന്നവർക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. സന്തോഷത്തോടെ, പരാതി കൂടാതെ, ഉത്സാഹത്തോടെ പിതാവായ ദൈവത്തിന് കാഴ്ചവെക്കുന്നു. ഇന്ന് വരെയുള്ള സഹനം, ഇപ്പോഴുള്ള സഹനം, മരണം വരെയുള്ള സഹനം, ഇന്ന് വരെയുള്ള അധ്വാനം, പഠനം, ജോലി വേലകൾ എല്ലാം യേശുവിന്റെ കുരിശുമരണത്തിന്റെ അനന്ത യോഗ്യതയോട് ചേർത്ത് പിതാവായ ദൈവത്തിന് കാഴ്ചവെക്കുന്നു. കോടാനുകോടി പേർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് യേശുവിന്റെ സാക്ഷികളും പ്രേക്ഷിതരുമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുഖത്ത് ഒരു വശത്തായിട്ട് വേദന, കക്ഷത്തിൽ വേദന ഉള്ള ആർക്കോ കർത്താവ് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ചെവിക്ക് വേദന, കേൾവിക്കുറവ് ആരെയോ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശരീരത്തിന്റെ ഒരു വശത്ത് തളർച്ച ആരെയോ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാലിൽ വേദന, ഹിപ്പിന്, അരക്കൊടിന് വേദന ആരെയോ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നട്ടെല്ലിന്റെ അടിഭാഗത്ത് വേദന, പുറം വേദന ആരെയോ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വയറ്റിൽ ഒരു വശത്തായിട്ട് അടിവയറ്റിൽ വേദന ആരെയോ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. വേദന സമർപ്പിക്കുന്ന പ്രേക്ഷിത വേലയായി പാപികളുടെ മാനസാന്തരത്തിനായി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ചൊല്ലിത്തന്നു. നല്ലതാണെന്ന് തോന്നുന്നവരൊന്ന് കൈപൊക്കിക്കേ. ഇന്ന് വരെയുള്ള സഹനം, ഇപ്പോഴുള്ള സഹനം, അധ്വാനം, മരണം വരെയുള്ള അധ്വാനം യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികൾ നാനാജാതി മതസ്ഥർക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. ഈ പ്രാർത്ഥന നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭാവിയിലും ഞാനത് ചൊല്ലാൻ പരിശ്രമിക്കാം എന്ന് തോന്നുന്നൊരു 2 കരമൊന്ന് ഉയർത്തി കാണിച്ചേ, കരമൊന്ന് വീശി കാണിച്ചേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൈതാത്തിക്കുകയും ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് മനസ്സിന് ഒരു പുതിയ സമാധാനം, ഭാരം വിട്ടുപോകുന്ന അനുഭവം, ഈ പ്രാർത്ഥന സഹനം കൊണ്ട് പ്രയോജനമുണ്ട് എന്ന തിരിച്ചറിവ് മൂലം ഒരു ആശ്വാസം, സമാധാനം മനസ്സിന് തോന്നുന്നു. അങ്ങനെയുള്ളൊരു കൈപൊക്കി കാണിച്ചേ, കൈവീശി കാണിച്ചേ. ഒരുപാട് പേർക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതുവരെ സുഖപ്പെടാതിരുന്ന ഏതെങ്കിലും വേദന ഇപ്പോൾ വിട്ടുമാറിയോ നോക്കിയേ. തലവേദനയോ, കൈവേദനയോ, കക്ഷത്തി വേദനയോ, പുറം വേദനയോ, കാലുവേദനയോ, എവിടെയെങ്കിലുള്ള ഏതെങ്കിലും വേദന 100% മാറി, അല്ലെങ്കിൽ 75% മാറി, അല്ലെങ്കിൽ പകുതി മാറി, 50% മാറി. അങ്ങനെയുള്ളൊരു കൈപൊക്കിയേ. വേദന 100%, 50% മാറി. അങ്ങനെയുള്ളൊരു കൈ വീശി കാണിച്ചേ. മറ്റുള്ളവരിരുന്നേ, കൈ വീശിയവർ നിന്നേ. വേദന മാറിയെന്ന് മുൻവശത്തേക്ക് വന്നേ, മുൻവശത്തേക്ക് വരിക. പ്രേക്ഷിത വേലയാണിത്. അൽഫോൻസാമ്മ വലിയ വിശുദ്ധയാണ്, ഭരണജ്ഞാനത്തെ അൽഫോൻസാമ്മ. അവര് തങ്ങൾക്കുണ്ടായ സഹനം സന്തോഷത്തോടെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സഹനം കാഴ്ചവെക്കുന്ന ഈ പ്രേക്ഷിത വേല പരിശുദ്ധാത്മാവ് പറഞ്ഞതെന്ന് ഞാൻ ഏറ്റുചൊല്ലിത്തരുന്നതാണ്. അതിനുവേണ്ടിയാണ് കർത്താവ് തൂത്തുക്കുടി വെച്ച് 68 വയസ്സുള്ള അച്ഛൻ്റെ രോഗം സുഖപ്പെടുത്തിയതും വേറെ ഒരുപാട് ചിക്കൻകുനിയൊക്കെ ഇതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ സുഖപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 48 പേരാണ് ഇപ്പോൾ സഹനം കാഴ്ചവെച്ചപ്പോൾ സൗഖ്യം കിട്ടി തിരിച്ചറിഞ്ഞവര്. അവരിൽ ചിലരുടെ വേദന 100% മാറി. അവർ കൈപൊക്കിക്കേ. അവരൊന്ന് മുഴുവൻ മാറി. എത്ര പേരുണ്ടോ? കൈവീശി കാണിച്ചേ. 32 പേര്. ഹല്ലേലൂയ. ചിലരുടെ 5-10 കൊല്ലം ഉണ്ടായിരുന്ന വേദനയായിരുന്നു സുഖപ്പെട്ടത്. ആരാണത്? 5 കൊല്ലം, അല്ലെങ്കിൽ കൈവീശി കാണിച്ചവര് 5 കൊല്ലം 10 കൊല്ലം ഒക്കെ. 2, 4, 6, 8, 9, 10. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞത് ഞാൻ ചൊല്ലിത്തരാൻ കാരണം പ്രവചനമായി കർത്താവ് പഠിപ്പിച്ചതുകൊണ്ടാണ്. ഇങ്ങനെ മനുഷ്യരെ പഠിക്കുമ്പോൾ അവർക്ക് ആന്തരിക സമാധാനം കിട്ടും, പ്രേക്ഷിത ശക്തി കിട്ടും, അവരുടെ സഹനം ലോകത്തിന് മുതൽക്കൂട്ടാകും. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. യേശു നമ്മളെ സ്നേഹിച്ച ഒരു രീതി, നമ്മുടെ പാപത്തിന് വേണ്ടി അവിടുന്ന് പരിഹാര ബലിയായി. ഈ കാലഘട്ടത്തിലെ ലോകം മുഴുവനും തിന്മ ചെയ്തു കൂട്ടുമ്പോൾ ഈ കാലഘട്ടത്തിലെ മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായി നമ്മുടെ സഹനം കാഴ്ചവെക്കണം, യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾക്ക് സ്വസ്ഥാനത്തേക്ക് പോകാം. മുന്നോട്ട് വന്നതിന് നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും മുകളിലത്തെ തട്ടിൽ നിന്നോ മുകളിൽ നിന്നോ മറിഞ്ഞു വീണത് മൂലം വാരിയെല്ലിന് പരിക്കോ ക്ഷതമോ ഉണ്ടായി, അങ്ങനെയുള്ള ഒരു സഹോദരിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നിയന്ത്രണമില്ലാതെ മൂത്രം പോകുന്ന 6 പേർക്ക് കർത്താവ് അത്ഭുത സൗഖ്യം നൽകുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. യോഹന്നാൻ 8:36. കഴിഞ്ഞ ഏതെങ്കിലും ധ്യാനത്തിൽ വെച്ച് മദ്യപാനമോ പുകവലിയോ മറ്റേതെങ്കിലും ദുശ്ശീലമോ മാറിക്കിട്ടിയവരെന്ന് കൈപൊക്കിക്കേ. ഇതിനു മുമ്പുള്ള ഏതെങ്കിലും ധ്യാനത്തിൽ വെച്ച് മദ്യപാനമോ പുകവലിയോ മറ്റേതെങ്കിലും ദുശ്ശീലമോ മാറിക്കിട്ടി അവരൊന്ന് എഴുന്നേറ്റുന്നേ. പിന്നെ ആ ദുശ്ശീലങ്ങളിൽ അവർ പെട്ടുപോയില്ല. അത് വലിയൊരു ദൈവകൃപയും കാരുണ്യവുമാണ്. അവർ മുൻവശത്തേക്ക് വന്നേ. ഈ ധ്യാനത്തിൽ വെച്ച് മദ്യപാനമോ പുകവലിയോ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെന്ന് കൈപൊക്കിയേ. വല്ലപ്പോഴുമുള്ള മദ്യപാനമാണെങ്കിലും പുകവലിയാണെങ്കിലും അത് ഞാൻ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അവരൊന്ന് എഴുന്നേറ്റൊന്നേ. ഇങ്ങനൊരു ആഗ്രഹം തന്നെയും മുൻവശത്തേക്ക് വരിക, ഈ വശത്ത് വന്നേക്കുക. ഇങ്ങനെയുള്ള ആഗ്രഹം തന്നെയും പരിശുദ്ധാത്മാവ് തരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. മദ്യപാനം നേരത്തെ ഉപേക്ഷിച്ചവർ ഇവിടെ വന്നേക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തില് ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരത്ഭുതമാണ് ഒരു നിമിഷ നേരം കൊണ്ട് വചനം കേൾക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് ദുശീലങ്ങൾ മാറ്റിത്തരുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ ഇരിക്കുന്നവരെല്ലാവരും കൈപൊക്കുക. ഇവിടെ നിൽക്കുന്നവരും വലതുകരം ഉയർത്തുക. ലോകമെമ്പാടും അനേക കോടി കുടുംബങ്ങൾ മദ്യപാനം കൊണ്ട് നശിക്കുന്നു. മക്കളും ഭാര്യയും എല്ലാം കണ്ണുനീര് കുടിക്കുന്നു. മാത്രമല്ല സമ്പത്തും ആരോഗ്യവും നശിപ്പിക്കുന്നു. ആയുസ് അനേക വർഷങ്ങൾ നഷ്ടപ്പെടുന്നു. നമുക്കെന്നും ദുഃഖം. അതിനാൽ പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടും അനേക കോടി മദ്യപാനത്തിനോ പുകവലിക്കോ അടിമപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. നവവൃന്ദ മാലാഖമാരെ അയച്ച് അവർക്ക് വചനം എത്തിച്ചു കൊടുക്കണമേ. അനേക കോടി പേരുടെ മദ്യപാന ബന്ധനം, ദുശീല ബന്ധനം വിട്ടുപോകുവാൻ യേശുവിന്റെ തിരുരക്ത കടലിൽ അവരെ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും കോടാനുകോടി മദ്യപാനത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും മറ്റു ദുശീലങ്ങൾക്കും അടിമപ്പെട്ട കോടാനുകോടി പേരെ ഓരോരുത്തരെയും എല്ലാവരെയും യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ. തിരുരക്ത കടലിൽ മുക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് അവരെ നിറയ്ക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും കൈതാത്തി പിടിക്കുക. ഇവിടെ പറഞ്ഞു തരുന്ന പ്രാർത്ഥന ഭാവിയിൽ നമ്മൾ മനഃപൂർവ്വം പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. കോടാനുകോടി പേരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, വചനം കൊണ്ട് നിറയ്ക്കണമേ. എങ്ങനെയാ വചനം കൊണ്ട് നിറയ്ക്കുന്നത്? മാലാഖമാർക്ക് വചനം എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഇടയന്മാരുടെ അടുത്ത് യേശു ജനിച്ചു വരും അറിയിക്കാൻ ചെന്നത് മാലാഖമാരാണ്. അപ്പൊ കോടാനുകോടി മാലാഖമാരെ അയച്ച് വചനം എത്തിച്ചു കൊടുക്കണമേ. മനസ്സിലേക്ക് വചനം ചെല്ലണം. പരിശുദ്ധാത്മാവ് ഹൃദയത്തില് തിരുരക്തം കൊണ്ട് അവരുടെ വ്യക്തിത്വം കഴുകണം. ഒന്നുകൊണ്ട് വലതുകരം ഉയർച്ച് ലോകമെമ്പാടും മദ്യപാനത്തിനും മറ്റു ദുശീലങ്ങൾക്കും അടിമപ്പെട്ട കോടാനുകോടി മക്കളെ തിരുരക്തം കൊണ്ട് കഴുകണമേ. തിരുരക്ത കടലിൽ മുക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ആന്തരിക സൗഖ്യവും
വർഷിക്കണമേ, വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകമെമ്പാടും കോടാനുകോടി മദ്യപാനത്തിനും പുകവലിക്കും മറ്റു ദുശ്ശീലങ്ങൾ അടിമപ്പെട്ട കോടാനുകോടി പേരെ തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കൈ അടിച്ചു കർത്താവിന് നന്ദി പറയുക. പേര് മേരിക്കുട്ടി, ആലപ്പുഴയിൽ നിന്ന് വരുന്നതാണ്. എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ കൈ ഇങ്ങനെ പിടിച്ച് കുറച്ച് നേരം ആരോ എൻ്റെ കൈ ഇങ്ങനെ തട്ടി താഴുന്നത് പോലെ തോന്നി. എനിക്ക് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് കൈ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് ധ്യാനിച്ചപ്പോഴത്തേക്ക് എനിക്ക് കുറേ നേരമെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട്. വേദന മാറി. എൻ്റെ പേര് മേരിക്കുട്ടിന്ന്, മൂവാറ്റുഴയിൽ വരുന്നു. 2 വർഷമായിട്ട് എൻ്റെ കഴുത്തിനും ഈ കൈക്കും വേദനയായിരുന്നു. ഇപ്പം ആരാധന സമയത്ത് എനിക്ക് സൗഖ്യം തന്നു. എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം നമ്മെ നിർബന്ധിക്കും.